ഹലോ, കണ്ണീർ ചൂടാണ്. ഒരുവിധം കുഴപ്പമില്ലാതെ നല്ല കണ്ണീർ ചൂടാണ്. അച്ഛമ്മ സന്തോഷത്തിലാണ്. കാരണം 2 ദിവസം ഞാൻ അങ്ങോട്ടും പോകാണ്ട് വീട്ടിലിരിക്കുമല്ലോ. ആ സമയത്ത് ഗേൾ ഫ്രണ്ടിന്റെ ഒരു കോള്. കറുപ്പ് ക്ലാസ് ഇട്ട് വെളിക്ക് ഇറങ്ങിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ചായ കുടിക്കാൻ പോയല്ലോ അത്ര. കാമുകി ചായ ലവറാണ്. അതുകൊണ്ട് ഞാൻ ട്രിപ്പ് പോയിട്ട് വരുമ്പോൾ സ്പെഷ്യൽ ചായപ്പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കിട്ടാനായിട്ട് ഇനി വിളിച്ചതാണ്. എന്തായാലും അച്ഛമ്മയ്ക്ക് കണ്ണ ഓപ്പറേഷൻ കഴിഞ്ഞ് കിട്ടിയ ഗ്ലാസ് വിട്ടിട്ട് ഇപ്പൊ ഞാൻ റെഡി ആയിട്ട് പോവാണ്. ഗേൾ ഫ്രണ്ടിന്റെ വീട് 3 കിലോമീറ്റർ അപ്പുറത്താണ്. അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് ഇപ്പൊ പോവാണ്. രണ്ടുപേരും ചായ പ്രേമികളാണ്. സംസാരിച്ച് ചായ കുടിക്കാൻ കുറഞ്ഞത് 80 കിലോമീറ്റർ എങ്കിലും പോകും. വണ്ടി ഓടിക്കുമ്പോൾ മാത്രം കറുപ്പ് കണ്ണാടി ഇരുന്നില്ല കേട്ടോ. കാരണം നേരെ റോഡ് കാണണ്ടേ. ചായക്കടയ്ക്ക് പോണ റോഡിന്റെ ഭംഗിയാണിത്. പൊള്ളാച്ചിക്കാണ് പോണത്. ഇത് ഈ കാണുന്ന ചായക്കടയാണ് നമ്മുടെ മെയിൻ ചായക്കടകളിൽ ഒന്ന്. അവിടെ എത്തിയത് ഈ കാണുന്ന നായി കാല് പൊക്കി കാണിക്കണോ. നീ വിചാരിക്കുന്ന ആളല്ല ഞാനെന്ന് പറഞ്ഞിട്ട് 2 ചായ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് 2 ചായ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, സ്റ്റീൽ ഗ്ലാസ്സിൽ. ഞാനൊന്നും കണ്ണാടി നേരെ ഇടാത്ത ആളാണ്. കാണുന്നതൊക്കെ ചെറുതായിട്ട് മങ്ങിയിട്ടാണ് ഇപ്പൊ കാണുന്നത്. ഇതാണ് ചിന്നവട കേട്ടാ. നമ്മുടെ അവിടുത്തെ ഉള്ളിവടയാണ് ഇവിടുത്തെ ചിന്നവട. അങ്ങനെ ചിന്നവടയും കുറെ സാധനങ്ങളും കൂടെ വാങ്ങിച്ച് നിരത്തി വെച്ച് ഇപ്പൊ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടാ. എനിക്ക് ഇതുപോലെ ഒഴിഞ്ഞിരുന്ന് ചായ കുടിക്കുമ്പോഴാണ് പുതിയ പുതിയ ഐഡിയ കിട്ടുക. പിന്നെ ഇതുപോലെ കുഴൽ വാങ്ങിച്ചു എന്ന് പറഞ്ഞ് ഇതുപോലെ കയ്യിലിട്ടിട്ടാണ് പണ്ട് തൊട്ടേ കഴിച്ചിട്ടുള്ള ശീലം. ശേഷം അടിപൊളി ഏലക്ക ചായപ്പൊടി കൈമാറിയിട്ട് ഇപ്പൊ സംസാരിച്ചിട്ട് പോവാണ്. പിന്നെ ഈ കാണുന്നതാണ് നൊങ്കുവെള്ളം. നമ്മൾ സ്ഥിരം കുടിക്കുന്ന ഒരു പാനീയമാണ്. നിങ്ങളത് കുടിക്കാത്തവർ കാണുകയാണെന്ന് പറഞ്ഞാൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. നല്ലതാണ് ശരീരത്തിനും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അവിടെ തന്നെ നൊങ്കുവെള്ളവും അതുപോലെ തന്നെ വീട്ടിൽ കരിപ്പട്ടി കഴിഞ്ഞുകൊണ്ട് കരിപ്പട്ടിയും വാങ്ങിച്ചപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് പെട്രോൾ അടിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് അടിക്കുന്നതാണ് ലാഭം. അങ്ങനെ ചായ കുടിച്ച് സംസാരിച്ചതിന് ശേഷം ഇപ്പോൾ വീട്ടിലേക്ക് വരികയാണ്. വീടെത്തിയതും കരിപ്പട്ടി കുത്തിച്ചരച്ച് പാത്രത്തിൽ മാറ്റി ഒരു ഗ്ലാസ് ചായയും വെച്ചതെന്ന് ഒരു കാര്യമില്ലാണ്ട് അമ്മ എന്നെ ഇപ്പോൾ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചായ കുടിക്കാൻ എന്തിനാണ് ഇത്രയും ദൂരം പോകണം? ഞാൻ ഒന്നില്ലെങ്കിൽ ഞാൻ വെച്ച് തരില്ല, അല്ലെങ്കിൽ നാട്ടിൽ എത്ര ചായക്കടയുണ്ടെന്നാണ് അമ്മ പറയുന്നത്. ഞാൻ എന്തെങ്കിലും മറുപടി പറഞ്ഞാൽ അമ്മ എന്നെ പിടിച്ച് ഇടിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം.